വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി ജാവാസ്ക്രിപ്റ്റിലും മറ്റെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമുക്ക് എറർ ഹാൻഡ്ലിംഗ് ചെയ്യണം. നമ്മളൊരു പ്രോഗ്രാം എവിടെയെങ്കിലുമൊക്കെ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ആ ബ്രേക്ക് ആവുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ നമ്മളത് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ അൺഹാൻഡിൽഡ് എക്സെപ്ഷൻ എന്ന് പറയും. അപ്പൊ എവിടെയെങ്കിലും ഒരു കോഡൊക്കെ ബ്രേക്ക് ആവുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ യൂസേഴ്സിന് കിട്ടും ഡോട്ട് സ്പ്ലിറ്റ്, നോട്ട് എ ഫംഗ്ഷൻ, അല്ലെങ്കിൽ സിൻടാക്സ് എറർ, അങ്ങനെ ഒരുപാട് എറേഴ്സ് ഒക്കെ യൂസേഴ്സിന് കിട്ടും. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ട്രൈ ക്യാച്ച് എന്ന് പറയുന്നത്. ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ ഗ്രേസ്ഫുള്ളി ഒരു എറർ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ക്യാച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ട്രൈ എന്ന് എഴുതിയിട്ട് ഒരു കേളി ബ്രേസ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ കോഡ് എഴുതും. അപ്പൊ കോഡ് ദാറ്റ് മേ ത്രോ അൻ എറർ, ഒരു എറർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോഡാണ് അത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കോഡ് എഴുതുമ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ക്യാച്ചിന്റെ ഉള്ളിൽ ഇടും. അപ്പോൾ ട്രൈൻ്റെ ഉള്ളിൽ നമ്മൾ കോഡ് എഴുതും. അപ്പോൾ എറർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ക്യാച്ചിന്റെ ഉള്ളിൽ നമുക്ക് എറർ കിട്ടും, കോഡ് ടു ഹാൻഡിൽ ദാറ്റ് എറർ. അപ്പൊ ആ എറർ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ എറർ ഉണ്ടെങ്കിൽ ആ എറർ അങ്ങനെ തന്നെ കാണിക്കാതെ യൂസേഴ്സിനോട് പറയാം സംതിങ് വെന്റ് റോങ് എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് എന്തിനാ നമ്മളെ കോഡിന്റെ എറർ ഒക്കെ കൊടുക്കുന്നത്? അപ്പൊ അതാണ് ട്രൈ ക്യാച്ച് കൊണ്ട് ഉപയോഗിക്കാൻ. ട്രൈ കേളി ബ്രേസ് ക്ലോസ് ചെയ്തു, ക്യാച്ച്, അതിൽ എറർ കിട്ടും, പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പൊ ക്യാച്ചിന്റെ ഉള്ളിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സം ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ട്രൈൻ്റെ ഉള്ളിൽ റിസൾട്ട് ഈക്വൽ ടു സം ഫംഗ്ഷൻ, അത് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എറർ ഉണ്ടെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് പറഞ്ഞ് കൊടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ എറർ എന്ന് പറഞ്ഞിട്ട് കൺസോൾ ലോഗ് എറർ, ആ എറർ ഒക്കെ എന്നിട്ട് എറർ ഡോട്ട് മെസ്സേജ്, ഈ എററിന് കിട്ടുന്ന എക്സാക്ട് മെസ്സേജ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, ജസ്റ്റ് മെസ്സേജ് പാർട്ട് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ക്യാച്ച് ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ, നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് എക്സാമ്പിൾസ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് കാണാം. അപ്പൊ ഈ ഓരോ കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തേക്കാം. അതിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ നിങ്ങളായിട്ട് മാനുവലായിട്ട് ഒരു എറർ ത്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, വാലിഡേറ്റ് ഏജ് ലെസ് ദാൻ 18, ത്രോ ന്യൂ എറർ ഏജ് മസ്റ്റ് ബി 18 ഓർ ഓൾഡർ, എന്നിട്ട് റിട്ടേൺ ഏജ് ഈസ് വാലിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈഫിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ത്രോ ചെയ്യും, പിന്നെ മുന്നോട്ടേക്ക് പോവില്ല. അതിന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്, അതായത് ഏജ് ഗ്രേറ്റർ ദാൻ 18 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ എന്താണ് പുറത്തും ഏജ് ഈസ് വാലിഡ് എന്ന് പറഞ്ഞ് കാണിക്കും, റിട്ടേൺ കാണിക്കും. അപ്പോൾ ട്രൈയിൽ കൊടുക്കുക, ഈ ഒരു ഫംഗ്ഷൻ ട്രൈയിൽ കൊടുക്കുക, ട്രൈ വാലിഡേഷൻ മെസ്സേജ് വാലിഡേറ്റ് ഓഫ് 16. അപ്പൊ എന്ത് ചെയ്തു? അത് അവിടെ ത്രോ ആവും. ത്രോ ആവുമ്പോൾ അതെന്ത് ചെയ്യും? ക്യാച്ചിൽ വരും, വാലിഡേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റം മെസ്സേജ് കാണിക്കാണ്, എറർ ഡോട്ട് മെസ്സേജ്. അപ്പൊ നമുക്ക് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് തന്നു? ആ കൺസോൾ എറർ വന്നു, വാലിഡേഷൻ ഫെയിൽഡ്. ഇവിടെ എങ്ങനെയല്ല വരിക സാധാരണ, ഇത് ഈ ഒരു എന്താണ് ജെഎസ് ഫിഡിലിന്റെ രീതിയാണ്, കൺസോൾ കാണിക്കുന്ന രീതിയാണ്. അപ്പോൾ വാലിഡേഷൻ ഫെയിൽഡ് കോളൻ ഏജ് മസ്റ്റ് ബി 18 ഓർ ഓൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഈ ട്രൈ ക്യാച്ച് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഫൈനലി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കൂടെ ഉണ്ട്. അതായത് ഈ കോഡ് എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, കോഡ് റൺസ് റിഗാർഡ്ലെസ് ഓഫ് ദ റിസൾട്ട്. എറർ ഉണ്ടെങ്കിൽ ഈ എററിലാണ് പോവുക, ട്രൈ വർക്ക് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവും അല്ലെ. ഫൈനലി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ട്രൈ ക്യാച്ച് കഴിഞ്ഞിട്ട് ഫൈനലി കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ലാസ്റ്റ് എന്താണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു എക്സാമ്പിൾ ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫയൽ റീഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, റീഡ് ഫയൽ എന്നൊരു ഫംഗ്ഷൻ. അപ്പൊ ട്രൈ ചെയ്തിട്ട് ലെറ്റ് ഡാറ്റ റീഡ് ഫ്രം ഫയൽ സിസ്റ്റം, നമുക്കൊരു അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ എന്ത് ചെയ്തു? എന്തെങ്കിലും എറർ വന്നു. അപ്പൊ കൺസോൾ ലോഗ് ഫയൽ റീഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ കൺസോൾ ലോഗ് എപ്പോഴാണ് വരിക? ഇതിൽ എറർ ഒന്നും ഇല്ലെങ്കിലേ വരുള്ളൂ. അപ്പൊ ഈ കൺസോൾ ലോഗ് വരില്ല. അപ്പൊ എന്ത് ചെയ്തു? എറർ ഉള്ളതുകൊണ്ട് ക്യാച്ചിലേക്കും എറർ, കൺസോൾ ലോഗ് എറർ ഫെയിൽ ടു റീഡ് ഫയൽ എറർ ഡോട്ട് മെസ്സേജ്, അതെന്താണ് എറർ, അത് കാണിക്കും. എന്നിട്ട് ഫൈനലി അതും അതിന്റെ കൂടെ എന്ത് ചെയ്യും? കൺസോൾ ലോഗ് ക്ലീൻ അപ്പ് ആക്ഷൻ ക്യാൻ ബി പെർഫോംഡ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെസ്സേജ് കൂടെ പ്രിന്റ് ചെയ്യും. അതെന്തുകൊണ്ടാണ് പ്രിന്റ് ചെയ്യുന്നത്? ഫൈനലി ഇത് സക്സസ് ആണെങ്കിലും ഇത് ഫെയിലിയർ ആണെങ്കിൽ ഈ ഫൈനലിയിലേക്ക് പോകും. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ട്രൈ ക്യാച്ച് ഫൈനലി ഉപയോഗിക്കുന്നത്. ത്രോ ഉപയോഗിക്കുന്നത് ഒരു ന്യൂ എറർ, നിങ്ങൾക്ക് കസ്റ്റം എറർ ത്രോ ചെയ്യാൻ വേണ്ടി ത്രോ ന്യൂ എറർ ഓഫ്, എന്നിട്ട് അതിൽ എററിന്റെ മെസ്സേജ് കൊടുത്താൽ മതി.